ശബരിമല സ്വർണ്ണക്കൊള്ള ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഇഡിയുടെ വ്യാപകമായ റെയ്ഡ് നടന്നത്. വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ്. നിർണായകമായ രേഖകൾ ഇഡിക്ക് ലഭിച്ചു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനമടക്കം 21 ഇടത്താണ് റെയ്ഡ് നടന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ബാങ്ക് രേഖകളും വാഹന രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനിടെ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുക. ഡാനി, ഇന്നലെയാണ് റെയ്ഡ്. അതിൽ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ നിർണായകമാണ്. രേഖകൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായേക്കാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇനിയുള്ള ഇഡിയുടെ നീക്കം എന്താണ്? രഞ്ജിത്ത്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് റെയ്ഡ് പൂർത്തിയാകുന്നത്. കാരണം നിരവധിയായ ഇടങ്ങളിൽ, അതായത് 21-ലധികം ഇടങ്ങളിൽ ഈ പരിശോധനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിപുലമായ രീതിയിൽ തന്നെയാണ് റെയ്ഡ് നടന്നത്. നിരവധിയായ രേഖകൾ ഇതിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്തു എന്നതിനൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് പോകാവുന്ന കമ്പ്യൂട്ടർ അടക്കം ഉള്ള കാര്യങ്ങൾ, ചില ഹാർഡ് ഡിസ്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ഇതുപോലെ തന്നെ രേഖകളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റിടങ്ങളിൽ, അതായത് ഈ പ്രതിപട്ടികയിലുള്ള പേരുകളിൽ ഉള്ളവരുടെ ഓഫീസുകൾ, വസതികൾ തുടങ്ങിയവിടങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ എല്ലാം ഉചിതമായിട്ട് ഇന്നലെ നടന്നിരുന്നു. ഇഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കള്ളപ്പണ കേസ് എന്ന രീതിയിലുള്ള ഒരു അന്വേഷണം എന്നതാണ് ഇഡി നടത്തുന്നത്. ഇതിലെ സ്ഥാപനങ്ങൾ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. 8ഓളം സ്ഥാപനങ്ങളടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടക്കുകയും ചെയ്തു. പ്രധാനമായും തന്നെ ഈ SIT പരിശോധനയ്ക്ക് പുറമെ, SIT നേരത്തെ നടത്തിയ നീക്കങ്ങൾക്ക് പുറമെ ഇതിൽ ഇവരുമായി നേരിട്ട് ബന്ധമുള്ളവരും അതോടൊപ്പം തന്നെ പരോക്ഷമായി ബന്ധമുള്ള സംശയിക്കപ്പെടുന്ന ചില സ്ഥാപനങ്ങളും വ്യക്തികളും ഇതെല്ലാം തന്നെയും ഈ പരിശോധനയിൽ ഉൾപ്പെട്ടിരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇതിൽ കൊച്ചിയിലെയും അതോടൊപ്പം തന്നെ കർണാടക, അതോടൊപ്പം തമിഴ്നാട് എന്നിവിടങ്ങളിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഇതിന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ റെയ്ഡിലടക്കം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഈ വിവരങ്ങൾ, അത് വളരെ പെട്ടെന്ന് ഈ സൂക്ഷ്മ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഈ ലഭിച്ച വിവരങ്ങളുടെ ഏതാണ്ട് ഒരു ക്രോഡീകരണം, കാരണം ഒരു പൊതുവായ നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. പിടിച്ചെടുത്ത രേഖകളുടെ സ്വഭാവം എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കുക എന്നതടക്കം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ ഈ ഇവിടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ, ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ, ഒപ്പം തന്നെ ഡിജിറ്റൽ ഹാർഡ് ഡിസ്കുകൾ, ഇതെല്ലാം തന്നെ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുക. ഇതിനുശേഷം മറ്റ് നടപടികളിലേക്ക്, അതായത് ഇപ്പോൾ മറ്റ് പ്രതികളുണ്ട്, ഏതാണ്ട് 11 പേരുടെ അറസ്റ്റോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ കൊല്ലം സെഷൻസ് കോടതിയുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ തുടർ നടപടികൾക്ക് കോടതിയുടെ അനുമതി കൂടി വേണ്ട ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോക്ക് നടക്കുക. കാരണം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലോ അല്ലെങ്കിൽ വീണ്ടുമുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിന് കോടതിയുടെ കൂടി അനുമതി വേണ്ടിവരും. കാരണം പലരെയും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പലരെയും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൂടുതൽ പേര്, അതായത് ഈ ലിസ്റ്റിൽ പെടാത്ത SITയുടെ ലിസ്റ്റിലോ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളിലോ പെടാത്തവരുണ്ടെങ്കിൽ അവിടേക്ക് ഇഡിക്ക് നേരിട്ട് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ ഇത് കോടതിയിലടക്കം ഈ കേസ് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും നടപടികൾ കോടതിയെ കൂടി അറിയിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഏതായാലും നിരവധിയായ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം തന്നെ സൂക്ഷ്മമായ പരിശോധനകളടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് നീങ്ങുക. ഇഡി ഇപ്പോൾ ഈ സമീപകാലത്ത് നടത്തിയ റെയ്ഡുകളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിപുലമായ ഒരുക്കങ്ങളോടുകൂടിയും നടത്തിയ ഒരു പരിശോധന എന്ന രീതിയിൽ തന്നെയാണ് ഇഡി ഇതിനെ കാണുന്നത്. ഏതാണ്ട് 35ഓളം വ്യക്തികളും 8 സ്ഥാപനങ്ങളുമാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേടുകൾ തന്നെയാണ് സ്വാഭാവികമായും ഇതിന്റെ ഒരു തുടക്കത്തിൽ തന്നെ ഇഡി കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ECR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. ഈ കാര്യങ്ങളിൽ അവർക്ക് ലഭിച്ച വിവരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് റെയ്ഡിലേക്ക് കടക്കുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേടുകൾ, പ്രത്യേകിച്ച് ഈ ശബരിമലയുടെ ഇടപാടുകൾ സംബന്ധിച്ച് അവിടെ നടത്തിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ ഗുരുതരമായ ക്രമക്കേടുകൾ അടക്കം വന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന ഈ റെയ്ഡ്
ഇന്നലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ടായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് രേഖകളടക്കം പിടിച്ചെടുത്തു എന്ന വിവരം കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മറ്റൊന്ന് വാർത്ത എന്ന് പറയുന്നത് ഇന്ന് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പങ്കുവെക്കാമോ ഡാനി? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കപ്പെടുമ്പോൾ തന്നെ SIT-യുടെ റിപ്പോർട്ടുകൾ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ആരാഞ്ഞിരുന്നു. ഇതിൽ നിലവിലുള്ള ഒരു മുന്നോട്ട് പോക്കിൽ ഇവരുടെ ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ എന്താണ് മറുപടി നൽകാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാദം നടക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അതോടൊപ്പം ഇതിനിടയിൽ തന്നെ ഈ ഒരു ഇടക്കാല പുരോഗതി റിപ്പോർട്ട് അടക്കം കോടതിക്ക് മുന്നിലേക്ക് വരികയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി ഇക്കുറിയും അത് പരിഗണിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഇതിൽ ഇവർ പറഞ്ഞിരുന്നത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൽ തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ 12ാം പ്രതിയായിരുന്ന പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അറസ്റ്റ് ചെയ്തത് മതിയായ കാരണങ്ങൾ ഇല്ല, അത് അറിയിക്കാതെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോഴാണ് ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ച് SIT-യുടെ പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് ഇതിൽ എവിടം വരെ ആയി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും വലിയ രീതിയിൽ പരാമർശങ്ങൾ കേട്ട ഈ കേസിലാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിക്ക് മുൻപായി ഈ കേസ് പരിഗണിക്കുകയും ചെയ്തത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരെയും എല്ലാം തന്നെ രൂക്ഷമായ വിമർശനം ആ ഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. പത്മകുമാർ ഇവരെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഏതായാലും കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരികയാണ്. ഇതിൽ 3 പ്രതികൾ, പ്രധാനപ്പെട്ട പ്രതികളെ പത്മകുമാർ, ബി മുരാരി ബാബു, നാഗഗോവിന്ദൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ഒരുമിച്ചാണ് ഇതിൽ വാദം കേൾക്കുന്നത്. തീർച്ചയായും വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.